നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദമുണ്ടായിരിക്കുകയാണ്. വിവാദമെന്ന് പറയുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഒരു ആഭാസത്തരം അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും എല്ലാ പരിധികളും ഒരു രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ഭാരതത്തിൻ്റെ ദൗർഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയുമുണ്ട്. ആ പദവിയിലിരിക്കുന്ന അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. രചനാത്മക് കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ കനപ്പെട്ട പേരൊക്കെയാണ്. രചനാത്മക് ഒരു ബൗദ്ധിക ചർച്ചയായിരുന്നു. അതിൻ്റെ വേദിയിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക നേതാക്കളുമായിട്ട് ഇടപഴകുന്ന, അവരെ കാണുമ്പോൾ അദ്ദേഹം ആലിംഗനം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നയതന്ത്രത്തെ, ആലിംഗന നയതന്ത്രമെന്ന്, ഹഗ് ഡിപ്ലോമസി എന്ന് ലോകരാഷ്ട്രങ്ങൾ വാഴ്ത്തുന്ന ആ ഡിപ്ലോമസിയെ കളിയാക്കി കോൺഗ്രസ് പ്രവർത്തകനായ സന്ദീപ് ദീക്ഷിത് എന്നൊരാളെ വേദിയിലേക്ക് വിളിച്ച് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ സന്ദീപ് ദീക്ഷിത് പിന്നിലൂടെ പോകുന്നു. സന്ദീപ് ദീക്ഷിത്തിനെ തിരികെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇതാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്രം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അവിടെ കൂടിയിരിക്കുന്ന അടിയാളുകൾ ചിരിക്കുന്നു. അപ്പോൾ സന്ദീപ് ദീക്ഷിത് വളരെ നിഷ്കളങ്കമായിട്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ മെലനി ആണെന്ന് വിചാരിച്ചാണോ കെട്ടിപ്പിടിച്ചത്? ഞാൻ അവിടെയൊന്നും എത്തിയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. വലിയൊരു തമാശ പോലെ പറഞ്ഞു ചിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഇതിൽ രണ്ട് തരത്തിൽ വേണം കാണണമെന്ന് എനിക്ക് തോന്നുന്നു. സാറിൻ്റെ വീക്ഷണകോണം എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ നയതന്ത്ര ബന്ധങ്ങളുടെ പേരിലും ഒരു സ്ത്രീയുടെ പേരിലും അപമാനിക്കുന്നത്. ഇവരൊക്കെ വലിയ സ്ത്രീപക്ഷവാദികളാണെന്ന് പറയുകയും ചെയ്യും. രണ്ട്, ഇറ്റലി നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇവർ പരസ്യമായിട്ട് അപമാനിച്ചത്. ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി വേദി അല്ലായിരുന്നു താനും. സ്റ്റാൻഡപ്പ് കോമഡി വേദിയിൽ പോലും ഇന്ത്യയിൽ പറയുന്ന തമാശകൾക്ക് പരിമിതിയുണ്ട്. അമേരിക്കയിലെ പോലെ അല്ല, നിയമപരമായിട്ട് പരിമിതിയുണ്ട്. ഈ ഒരു പ്രവൃത്തിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇറ്റ്സ് ദ ലാസ്റ്റ് സ്ട്രോ ഓൺ ദി ബാക്ക് ഓഫ് ദി ക്യാമൽ എന്ന് ഞാൻ പറയും. ഒട്ടകത്തിൻ്റെ പുറത്തുള്ള അവസാനത്തെ സ്ട്രോ. ആ സ്ട്രോയോട് കൂടിയാണ് അത് മുങ്ങിപ്പോകുന്നത്, അതിൻ്റെ നടുവൊടിഞ്ഞ് തറയിലിരുന്ന് പോകുന്നത്. കുറേ നാളായിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള ബഫൂണിനെ പോലെ ഉള്ള ഷോകൾ പാർലമെൻറ്റിനകത്തും പുറത്തും, ഇന്ത്യക്ക് പുറത്തും കൂടി കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഇന്ത്യ എന്ന് പറയുന്ന 140 കോടികളുടെ ജനങ്ങളുടെ ഈ രാജ്യം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ തീരുമാനിക്കണം, ഇയാൾ അപമാനകരമായിട്ട് ഈ സ്ഥാനത്തിരിക്കണമെന്ന്. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം. മറ്റൊരു രാജ്യത്തിൻ്റെ, സ്വന്തം അമ്മയുടെ രാഷ്ട്രം, അവർ ജനിച്ച രാഷ്ട്രത്തെ, അവിടുത്തെ ഭരണാധികാരി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരിയെ, ഇന്ത്യയുമായിട്ട് ഉറ്റ സൗഹൃദം പുലർത്തുന്ന ഒരാളിനെ അപമാനിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി ചെന്നിട്ട് ആശ്ലേഷിക്കുന്നു എന്ന മട്ടിൽ പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ച് കാണിക്കുന്ന ഇവൻ എന്ത് ചെറ്റയാണെന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ? ചെറ്റത്തരമല്ലാതെ മറ്റെന്താ കാണിച്ചത്? ഇതെന്താ, ഇയാൾ ഇത്രയും പ്രായമായല്ലോ, 1970 ജനനം, അതായത് 30, 26, 56 വയസ്സുണ്ട്. ഇയാൾ എന്താണെന്ന് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? ഒരു നരേന്ദ്രമോദി അതുപോലെ തന്നെ കുരങ്ങിൻ്റെ രൂപത്തിലാക്കി അവതരിപ്പിച്ച അതേ വേദിയിൽ തന്നെ രാമലീല ആടുകയായിരുന്നു. മനോനില തെറ്റിയ ഒരാളാണോ എന്ന് ഇന്ത്യയിലെ ഒരു ശരാശരി പൗരൻ സംശയിച്ചാൽ ഒന്നും പറയാൻ പറ്റുകയില്ല. അതുപോലുള്ള പെരുമാറ്റങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന. മോദിക്ക് എന്ന് ഉമ്മ കൊടുക്കുന്നു. മഹാനായ രാഹുൽ ഗാന്ധി, നിങ്ങൾ മോദിയേക്കാളും വലിയ ആളാണ്, കാരണം വലിയ കുടുംബത്തിൽ ജനിച്ചതാണല്ലോ. മോദി വെറും ചായക്കടക്കാരൻ്റെ മകനായിട്ട് പിറന്നവൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കാം, ഫിദൽ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര മേധാവി ഉണ്ടായിരുന്നു ക്യൂബയ്ക്ക്. ആ ഫിദൽ കാസ്ട്രോ ഇന്ത്യയിൽ വന്നപ്പോൾ ഹഗ് ചെയ്തു ഇന്ദിരാഗാന്ധിയെ. അതിന്റെ വീഡിയോ വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. ഇതുപോലെ അപമാനിച്ചിട്ടില്ല. ആ വീഡിയോ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ബ്രഷ്നേവ് എന്ന് പറയുന്ന റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും റഷ്യയുടെ പ്രസിഡന്റുമായിരുന്ന ബ്രഷ്നേവ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇവരുമായിട്ട് ഇന്ദിരാഗാന്ധിയെ ആലിംഗനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഴയ ചരിത്രത്തിലേക്ക് നോക്കൂ, ആ ഫോട്ടോകളിലേക്ക് നോക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആചാരപരമായിട്ട് ആ ആലിംഗനത്തിൽ ഇന്ദിരാഗാന്ധി വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്ന് ഇന്ത്യയിലെ BJPയും പറഞ്ഞിട്ടില്ല, ഒരു പ്രതിപക്ഷവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ കോമാളി നാടകങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ വില കെടുത്തിയിരിക്കുകയാണ്. നെഹ്റു കുടുംബത്തിൻ്റെ, ഇന്ത്യയുടെ യശസ്സിനെയാണ് ഇല്ലാതാക്കുന്നത്.
നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്ത് മര്യാദകേടാണ് ഈ കാണിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം മാറാതെ, ഒരു നിമിഷം പോലും കളയാതെ ആ പദവി രാജിവെച്ച്, പ്രതിപക്ഷ നേതാവെന്നുള്ള പദവി ക്യാബിനറ്റ് റാങ്കിന് തുല്യമാണോ? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാണ് അതിനുള്ള ശമ്പളം തരുന്നത്, ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. അതും വെച്ചുകൊണ്ട് ഇമാതിരി ഇന്ത്യയെ അവമാനിക്കുന്ന കളികൾ വേണ്ട. നിങ്ങളുടെ വിവരമുള്ള ഒരേ ഒരാൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പോൾ ശശി തരൂറാണ്. ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടോ? നിങ്ങൾ പാർലമെന്റിൽ കാണിച്ച കോപ്രായങ്ങൾ. ശ്രീ മനോജ് സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുപ്രീം കോടതി പറഞ്ഞല്ലോ, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നിങ്ങൾ പട്ടികളെ വഴിയിലിട്ട് വളർത്തരുത്, അത് വലിയ തെറ്റാണ്, കുട്ടികളെ കൊല്ലുന്നു, കടിച്ചു പറിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പട്ടികളെ എവിടെ വളർത്തണം? ഷെൽട്ടറുകളിൽ വളർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ കേരളം എന്താ പറഞ്ഞത്? തദ്ദേശ വകുപ്പ് അത് പ്രായോഗികമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ നായ്ക്കൾ കടന്ന് ഓരിയിടും, ബഹളം വയ്ക്കും, അത് സഹിക്കാൻ നാട്ടുകാർ തയ്യാറല്ല എന്ന് പറയുന്നത് പോലാണ് ഈ മൺസൂൺ സെഷൻ മുഴുവൻ കോൺഗ്രസ്സുകാർ, പ്രധാനമായിട്ട് കോൺഗ്രസ്സുകാർ, മറ്റുള്ളവർക്ക് അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ ആരെയും അഭിപ്രായം പറയാൻ സമ്മതിക്കാതെ കൊണ്ട് പാർലമെന്റിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് അവിടെ കൂ കൂ എന്നുള്ള വിളികളും എപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ വന്നു, അമിത്ഷായും വന്നല്ലോ, പ്രധാനമന്ത്രിയും വന്നല്ലോ, അവർ പ്രസ്താവന നടത്താൻ തയ്യാറായി റെഡിയായി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ അവിടെ ഈ കൂ പാടാൻ വലിയ പ്രശ്നം. നിങ്ങൾ KSUക്കാർ യൂണിയൻ ചെയർപേഴ്സൺമാരായിട്ടിരിക്കുമ്പോൾ കോളേജുകളിൽ SFIക്കാർ പണ്ട് ചെയ്തിരുന്ന പ്രവൃത്തിയാണ്. ആ നമ്മുടെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, കേട്ടിട്ടുണ്ടോ സാറേ? ഞാനൊരു യൂണിയൻ്റെ ആളായിട്ടിരുന്ന ആളാണ്. ആ കൂക്കി വിളിച്ച് ഇരുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത്, ഈ നായ്ക്കളുടെ പരിപാടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പരിപാടിക്ക് വേണ്ടിയാണോ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ അയച്ചത്? കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അയച്ചത്? ഒരൊറ്റ ഒരെണ്ണത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ ഇനി പാർലമെന്റിലേക്ക് അയച്ചത് കൂവാൻ വേണ്ടി അല്ല പോകുന്നത്. നിങ്ങൾ എന്ത് മര്യാദകേടാണ് കാണിച്ചത്? കടലിൻ്റെ മക്കൾ കടലിൽ മുങ്ങി മരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ കൂക്കുവിളിയായിരുന്നല്ലോ. ഇന്ത്യൻ നേവിയുടെ സഹായം കേന്ദ്രത്തോട് തേരാമായിരുന്നില്ലേ ആ മുങ്ങിയ ആൾക്കാരെ, അവരുടെ ദേഹമെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നം കേരളം നേടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട MP, കേരളത്തിൽ നിന്നുള്ള MP പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. കള്ളാടി ദുരന്തത്തിന്റെ സമയത്തും കേരളത്തിലേക്ക് വന്നിട്ടില്ല. പറയുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ പാർലമെന്റില്? അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് വൃത്തികേടായി കാണിച്ചു. എന്നിട്ട് കുട്ടികളുടെ ബില്ലുണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള നീറ്റ് പരീക്ഷാ ബിൽ ഭേദഗതി നിങ്ങളൊന്ന് പങ്കെടുത്ത് അതിനകത്ത് സജീവമായിട്ട് എന്തെങ്കിലും പറഞ്ഞു. എന്താ ഈ സെഷന്റെ പേര് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്താ? രചനാത്മക് നാഷണൽ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി, നിങ്ങൾ അധികാരമേറ്റെടുത്ത് ഇന്നുവരെ രചനാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സംഹാരാത്മക രാഷ്ട്രീയം. ഇനി അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ എന്തെങ്കിലും രചനാത്മക പ്രവർത്തി ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. അല്ലോ, പട്ടായയിലൊക്കെ രചനാത്മകമായിട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം LOP എന്നാണല്ലോ അറിയപ്പെടുന്നത്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ലവർ ഓഫ് പട്ടായ എന്നുള്ള പേര് നിങ്ങൾ കിട്ടുമെന്നു. ഇന്ത്യയിൽ ഒരൊറ്റ പ്രതിപക്ഷ നേതാവിന് ഇതുപോലൊരു പേര് വന്നിട്ടില്ലെന്നേ. AB വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു, AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്ത് യശസ്സുള്ള ഇന്ദ്രജിത് ഗുപ്ത ഉണ്ടായിരുന്നു അല്ലേ എൻ്റെ ഓർമ്മയിൽ. അവരാരും ഈ പേരിന് അർഹരായിട്ട് മഹാന്മാരായിരുന്നു. ഒരു ചെറിയ കക്ഷിയുടെ നേതാവായിരുന്നു ഇന്ദ്രജിത് ഗുപ്ത. എന്തു തെളിച്ചവും അതുപോലെ തന്നെ യശസ്സുമാണ് ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യയുടെ. നിങ്ങൾ നാണക്കെടുത്തുകയാണ് ഇന്ത്യക്കാരെയും ഞങ്ങളെയും. കാരണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ഇവരെടുത്ത് ഉപയോഗിക്കാവുന്നത് AK ഗോപാലൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഒരു സാഹചര്യം ഇവരൊന്ന് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ റഹീമൊക്കെ മുറി ഇംഗ്ലീഷിൽ പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കളിയാക്കുമ്പോൾ AKG ഒരു പഴയ പ്രസംഗം ഓർക്കാറുണ്ട്. അവിടെയാണ് ഈ സാഹചര്യം ഇവർ കണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റി ഇത് ചെയ്യുന്നത്. AK ഗോപാലൻ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കാനായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് ഭരണപക്ഷം പറഞ്ഞപ്പോൾ, അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരണപക്ഷത്ത്, കോൺഗ്രസ് പറഞ്ഞപ്പോൾ AK ഗോപാലൻ, മൈ വേർഡ്സ് മേ ബി ബ്രോക്കൺ, മൈ ലാംഗ്വേജ് മേ ബി ബ്രോക്കൺ, ബട്ട് മൈ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആർ നോട്ട്. അതാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് രണ്ടുമില്ല. ഇല്ല, തന്നെയുമല്ല അത് പറഞ്ഞ് അവരെ ഇരുത്തി ചർച്ച തുടരാനാണ് AK ഗോപാലൻ നടത്തിയത്. അല്ലാതെ അവിടെ കൂകി വിളിക്കാനല്ല AK ഗോപാലൻ ശ്രമിച്ചത്. BJPയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള KS രാധാകൃഷ്ണൻ, അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നു കേരള സർവകലാശാലയുടെ, PSCയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം. മഹാരാജാസ് കോളേജിൽ ഒരു ഒറ്റ കുട്ടിയെ പോലും പഠിക്കാൻ മോശമായിട്ട് പോലും ഇന്ന് വരെ ഇഡിയറ്റ് എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം കണ്ടിട്ട്, പഴയ കോൺഗ്രസ്സുകാരനായ അദ്ദേഹം,
വാട്ട് ആൻ ഇഡിയറ്റ് ഇറ്റ് ഈസ്, ഇങ്ങനെ ഒരു ഇഡിയറ്റിനെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തിന് നളിൻ കോഹ്ലിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇദ്ദേഹത്തിന് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, പണം മുടക്കി വാങ്ങി, ഇപ്പം പണം മുടക്കി മതം വാങ്ങുന്നുണ്ടല്ലോ ചിലർ, അതുപോലെ വാങ്ങിയ ഒരു വിദ്യാഭ്യാസമാണ്. പിന്നെ ഏതെങ്കിലും കരിയർ സ്വന്തമായിട്ടില്ല. മോദിക്ക് ചായക്കടക്കാരൻ്റെ മകൻ ചായയെങ്കിലും കൊണ്ടു കൊടുത്തൊരു പരിചയമുണ്ട്, ഇയാൾക്ക് അതുമില്ല. പിന്നെ 14 വർഷങ്ങളോളം 13 വർഷങ്ങളോളം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചൊരു പ്രവർത്തന പരിചയമുണ്ട്. അതെ, അത് കാണിച്ചു കൊടുത്തു, തെളിയിച്ചു കൊടുത്തുണ്ട് സ്വന്തം കഴിവിലൂടെ. ഇന്ത്യയെ സ്വാതന്ത്ര്യ ദിനമാണ് വരുന്നത്, സ്വാതന്ത്ര്യ ദിനാഘോഷം, 3ാം ശക്തിയായിട്ട് ബ്രിട്ടനെ തോൽപ്പിക്കുന്ന, ലോകത്തിലെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ തോൽപ്പിക്കുന്ന ശക്തിയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സുരഭിലമാകുന്നത്. അതാ മോദി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് സഹിക്കുന്നില്ല. കാരണം എനിക്ക് ആ കസേര കിട്ടുകയല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ മുദ്രാവാക്യം മാറ്റി, ഗോൾ പോസ്റ്റുകൾ മാറ്റി ഇത് പ്രസ്താവന നടത്തണമെന്നുള്ളതിൽ നിന്ന് മോദി ഇപ്പോൾ അമിത്ഷാ രാജിവെക്കണമെന്നുള്ളതാണ് ആഗ്രഹങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ സാർ. നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ സമ്മപ്പ് ചെയ്യാം. 6 കാരണങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത് ഇദ്ദേഹം രാജിവെക്കണമെന്നുള്ളത്. കോൺഗ്രസിൽ തന്നെ ഇന്നലെ വന്നിട്ടുണ്ട്, പ്രതിപക്ഷത്ത് തന്നെ വന്നിട്ടുണ്ട്. കാരണം അവർക്കൊന്നും സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ശശിതരൂർ പറയുകയും ചെയ്തിരുന്നു. കാരണം ഈ പാർലമെന്റിന്റെ ഈ നടപടികൾ എന്ന് പറയുന്നത് അത് ജനാധിപത്യം നൽകുന്ന മനോഹരമായ ഒരു അവസരമാണ്. ഭരണപക്ഷത്തിന്റെ ഭരണകാര്യങ്ങൾ പറയുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അധികാരം, പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അധികാരം. ശശി തരൂർ പറഞ്ഞ ആ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ സംബന്ധിച്ച്, അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ക്രമക്കേടുകൾ ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രതിഷേധമുണ്ട്. കൃത്യമായിട്ട് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നേ, സഭ നടക്കാൻ അനുവദിച്ച് ചോദ്യങ്ങൾ ചോദിക്കൂ, സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കൂ. സർക്കാർ അതാണ് പ്രതിപക്ഷത്തിന്റെ കഴിവ്. തീർച്ചയായിട്ടും മറുപടി പറയിപ്പിക്കൂ. ചോദ്യം, ഞങ്ങൾ ശരിയാണ്, സഭ മര്യാദയ്ക്ക് നടന്ന് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു, അത് ഉന്നയിക്കുവാൻ നിങ്ങളെ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ അന്തസ്സോടെ ജനങ്ങൾ നിങ്ങളെ ഈ കരഘോഷത്തോടെ സ്വീകരിക്കും. ഇതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഞാൻ പറയാം സാറേ, ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. ഈ കാര്യം പേടിച്ചോടി. ഇന്നലെ അമിത്ഷാ വന്നിട്ട് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ 24 മണിക്കൂർ സഭയിൽ ചർച്ച ചെയ്യാം, ഞാൻ റെഡി എന്ന് വെല്ലുവിളിച്ചപ്പോ പേടിച്ചോടിയില്ലേ? നിങ്ങൾ പേടിച്ചോടിയില്ല. രാഹുൽ ഗാന്ധിയാണ് പേടിച്ചോടി. നിങ്ങൾ ഇപ്പം എന്നിട്ട് എവിടെ അമിത്ഷാ ചോദിക്കുക, നിങ്ങളെവിടെ? നിങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ നിങ്ങൾ പട്ടായയിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ ഒക്കെ കൊളംബിയയിലേക്കോ പോകും. നിങ്ങളുടെ സ്വകാര്യ കാര്യം അത്, ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ള വേറെ കാര്യം. അതിന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാം പുറത്തായി. നിങ്ങൾ പെൺകുട്ടികളുമായിട്ടും ചെറിയ പ്രായമുള്ള ഒരു പയ്യനുമായിട്ടും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഫോട്ടോകളൊക്കെ വരും. നമുക്കതറിയാം. ഞങ്ങൾക്കതല്ല ആവശ്യം. ഞങ്ങളുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മുങ്ങി മരിച്ചപ്പോൾ നിങ്ങൾ സഭയെ ഈ എന്താ പറയുന്നത്, അപശബ്ദങ്ങളിൽ മുക്കി നിങ്ങളുടെ മൺസൂൺ സെഷനെ മുഴുവൻ മഴക്കെടുതിയിൽ പ്രളയമാക്കി മാറ്റി പാർലമെന്റിനകത്തും. നിങ്ങളതാ ചെയ്തത്. 5 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് തീർക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത മെലണിയുടെ കാര്യത്തിൽ കാണിച്ച മര്യാദകേട്. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമിത്ഷാ മറുപടി പറയാൻ തയ്യാറായി വന്നപ്പോൾ ഇയാൾ പേടിച്ചോടി. 3ാമത്തെ കാര്യം പാർലമെന്റിൽ മൺസൂൺ സെഷൻ മുഴുവൻ ഉണ്ടാക്കിയ കാക്കോഫണി എന്നാണ് അതിന് പറയുന്നത്, അപശബ്ദങ്ങൾ. ആ അപശബ്ദങ്ങൾ അദ്ദേഹം പാർലമെന്റിനകത്ത് മാത്രമല്ല മുഴങ്ങുന്നത്, നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. ഒരു മന്ത്രി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമ്മൾ കാതോർക്കുമ്പോൾ അവിടെ കിടന്ന് കൂക്കുവിളിക്കുക. എന്തൊരു നാണം കെട്ട പരിപാടിയാണിത്. അതുപോലെ തന്നെ കൂക്കുവിളിക്ക് ഇങ്ങനെയാണോ പാർലമെന്റ് അംഗങ്ങൾ പെരുമാറേണ്ടത്? അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ പറയുന്നത്, മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഇയാളുടെ കയ്യിലില്ല. ഇയാൾ വരുന്നു, പാർലമെന്റിലേക്ക് വരുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് ഉമ്മ വയ്ക്കാൻ. അതിനാണോ പാർലമെന്റിലേക്ക് വരുന്നത്? അതാണോ അതിനുള്ള വേദി? നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളുടെ വീട്ടിൽ പോരെ? അതൊക്കെ വീട്ടിലല്ലേ നടത്തേണ്ടത്? ഇവിടെ ചോദ്യം ചോദിക്കാനും ഉത്തരം മുട്ടിക്കാനുമുള്ള അവസരമാണ്. നിങ്ങൾക്കതിന് കഴിയില്ല. അമിത്ഷാ പറയുന്നതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണ് നിങ്ങൾ പേടിച്ചോടിയത്. നിങ്ങളുടെ എല്ലാ കള്ളങ്ങളോടെ പൊളിയും, അതുകൊണ്ടാണ് ഓടിച്ചത്. പിന്നെ വിവരമില്ല, നിങ്ങൾക്കത് പറയാനുള്ള വിവരമില്ല. ഇതാണ് ഈ 5 കാര്യങ്ങളാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ പറയുന്നത്. പിന്നെ നിങ്ങൾ വിദേശത്ത് പോകുന്നു, പലരുമായിട്ട് നിങ്ങൾ അത് കാര്യങ്ങളാണ്. പക്ഷെ അതും നാടിന്റെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഫോട്ടോകളൊക്കെ. കാരണം പ്രതിപക്ഷ നേതാവാണ്, നമ്മുടെ രാജ്യത്തിന്റെ ദൗർഭാഗ്യം കൊണ്ട് ഇദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അതെ, നിങ്ങൾ ഇപ്പോൾ പറയുന്നു മോദിയും നിങ്ങൾ പറഞ്ഞ ഒരു വാക്യം, അതിന്റെ വിഡ്ഢിത്തം ഒന്ന് ആലോചിച്ചു നോക്കും.
പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ഉത്തരവ് കൊടുത്തു അമിത്ഷായാണ്. നിങ്ങൾ എന്തൊരു മണ്ടത്തരമായി പറയുന്നത്. ഇത് ചെയ്യാനുള്ള വകുപ്പുള്ളത് പോലീസിനാണ്. ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റിന്റെ അനുവാദത്തോടുകൂടി ചെയ്യുന്നവരാണ്. ഇത് പോലും അറിയാൻ മേയാത്ത ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് നാണക്കേടാ. ഈ ഭാരം താങ്ങാൻ ഇന്ത്യക്ക് വയ്യ. ഒന്നാമത്തെ കാര്യം മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അദ്ദേഹത്തെ പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, വേണുഗോപാലിനും ഇത്രയും വിവരമേ ഉള്ളൂ. രാജസ്ഥാനിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്ന അത് എന്റെ അറിവിൽ പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ ആളാണ്. ജാർഖണ്ഡിലേക്ക് ഇവരാരും പോയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഉപദേശം. ശശി തരൂർ മിണ്ടുന്നില്ല, കാരണം കാര്യവിവരമുള്ള ആളാണ്. പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. പോത്തിന്റെ പിന്നിൽ കൊണ്ടുപോയി വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെയുള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഇപ്പം പറയുന്ന അമിത്ഷാ രാജിവെക്കണം, മോദിയും അതുവരെ ഞാൻ അവരെ ഉറക്കത്തില്ലെന്ന്. നിങ്ങൾക്ക് ഉറക്കമില്ല. നിങ്ങളിപ്പോൾ മെലണിയുടെ കാര്യത്തിൽ പ്രതികരിച്ചത് അതൊരു സൈക്കിക്കായിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പം മോദിക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നു, തനിക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു അസൂയാണ് അവിടെ വരുന്നത്. മോദി കെട്ടിപ്പിടിച്ചത് സ്വന്തം കൊച്ചുമകളെ പോലാണ്. ആ പ്രായമുള്ളൂ, മര്യാദകൾ പാലിക്കുന്ന ആളാണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കത്തില്ല. പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയെന്ന് അറിയാമോ സാർ? ഈ ഒരു വാദപ്രതിവാദത്തിലോ അല്ലെങ്കിൽ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ യാതൊരു തരത്തിലും ഒരാളെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ദുർബലനായ എന്നാൽ അമർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഒരു പൊതു ശൗചാലയത്തിന്റെ അകത്ത് കയറി ഈ ശക്തന്റെ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ശക്തൻ ഒരു അവിഹിതമുണ്ടെന്നുള്ള കള്ളക്കഥ എഴുതി വെക്കുമല്ലോ. അതിൻ്റെ ഒരു പുതിയ രൂപം മാത്രമാണ് ഈ രാഹുൽ ഗാന്ധി കാണിച്ചത്. രാഹുൽ ഗാന്ധി രാജിവെക്കണം. അദ്ദേഹത്തിൻ്റെ മനോനില തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, പരിശോധിക്കേണ്ടത് വലിയൊരു ആവശ്യമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ഹാവ് എ സ്റ്റേക്ക് ഇൻ ഇറ്റ്. നമുക്കേ സ്റ്റേക്ക് ഉള്ളൂ, കാരണം നമ്മളല്ലേ ഇതുങ്ങളെല്ലാം അകത്ത് പിടിച്ചിരുത്തി. അല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല. നിങ്ങൾ രാജകുമാരനായിട്ട് നിങ്ങളുടെ ഇഷ്ടം നടപ്പാക്കാൻ മോദിയുടെ മേലെ അമിത്ഷാ, നിങ്ങൾ ആരാണ്? അത് മാതാശ്രീയുടെ വീട്ടിന്റെ അകത്ത് വീട്ടിലെ കൗച്ചിലിരുന്ന് കൂവുകയോ മോദിയെ കുറിച്ച് അസഭ്യം പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. മോദിയെ തോൽപ്പിക്കണോ വേണ്ടയോ എന്നുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾ ജുഡീഷ്യറിയെ അപമാനിക്കുന്നു, ഇലക്ഷൻ കമ്മീഷനെ അപമാനിക്കുന്നു, നിങ്ങൾ പാർലമെന്റിനെ അപഹസിക്കുന്നു, എക്സിക്യൂട്ടീവിനെ അപഹസിക്കുന്നു. എന്താ നിങ്ങൾ എന്നിട്ട് പിടിമുറുകുമ്പോൾ പോയി രഹസ്യമായിട്ട് മാപ്പും പറഞ്ഞിട്ട് വരും. രാഹുകാലം, നിങ്ങൾ പ്രതിപക്ഷ നേതാവായതിൽ പിന്നെ ഇന്ത്യയുടെ രാഹുകാലം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുകാലം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നത് BJPക്കാണ്. അതിലാണ് ഏറ്റവും സങ്കടം. നിങ്ങൾ ഈ പറയുന്ന വേറെ കക്ഷികൾ മാറി വരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല, കോൺഗ്രസ് വരുന്നതിലും വിരോധമില്ല, നന്നായിട്ട് ഭരിക്കണം. പക്ഷേ നിങ്ങളാണ് ഈ BJPയുടെ സ്കോർ കൂട്ടിക്കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചു, ഇപ്പം അമിത്ഷായും മോദി അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്നു, ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. അവർക്ക് ക്യാമ്പയിൻ വേണ്ട. നിങ്ങളുടെ ഈ വർത്തമാനം ഈ പാർലമെന്റ് സെഷനിലെ പ്രകടനവും മതി അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പ്. അതെ, അപ്പം ഭരണം മാറുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തെ കൂടി നിങ്ങൾ തകർക്കുകയാണ്. ഈ ജനാധിപത്യത്തിന്റെയും ഇറ്റലിയുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ മെലനിയിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലനിയിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഈ അടുത്തിടെയായിട്ട് ഒരു ചുവന്ന പുസ്തകം, കറുത്ത അരികുള്ള ചുവന്ന പുസ്തകം, ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം രാഹുൽ ഗാന്ധി ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുമ്പോൾ അതിനുള്ളിലുള്ള വ്യവസ്ഥകൾ, ഏറ്റവും അടിസ്ഥാന വ്യവസ്ഥകളെങ്കിലും പഠിച്ചിരിക്കണമെന്നുള്ളതാണ് പ്രശ്നം. 1968 രാഹുൽ ഗാന്ധിയുടെ മാതാവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെ ദിവംഗതനായ പിതാവ് രാജീവ് ഗാന്ധിയുടെയും വിവാഹം കഴിയുന്നു. വിവാഹത്തിന് ശേഷം 15 വർഷങ്ങൾ ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടില്ല. 1983 സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കപ്പെടുന്നത്, അവരപേക്ഷിച്ച് അനുവദിക്കപ്പെടുന്നത്. എന്നാൽ 1980 വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ആ പുസ്തകത്തിൻ്റെ ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്, ഏത് നിയമം അനുസരിച്ചാണെന്നുള്ളത് രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് ഒരു വശം. പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേര് 1980 ഇലക്ട്രൽ റോളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റിന് ശേഷം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇലക്ട്രൽ റോളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി സോണിയാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്ന. 83 അവർക്ക് പൗരത്വം കിട്ടി. മറ്റെല്ലാം ചട്ടപ്പടി തന്നെ. മറുവശം ഈ ആലിംഗനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ആലിംഗനത്തിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി ഒരു പരിഹാസമായിട്ടാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം പറഞ്ഞു, കാസ്ട്രോയുടെ, നമ്മൾ ആ സാർ പറയുന്ന അപ്പോൾ ഇതിൽ കാസ്ട്രോയുമായി അവർ ആലിംഗനം ചെയ്യുന്ന വളരെ ഹൃദ്യമായ ആ വീഡിയോ, കാരണം 2 രാഷ്ട്ര നേതാക്കളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൃദ്യമായ വീഡിയോ, അതിനെ ആരും ആക്ഷേപിച്ചിട്ടില്ല. എന്നാൽ മറുവശം ആക്ഷേപിക്കുന്നൊരു
പ്രശ്നമുണ്ട്. അത് സഭയിൽ ആരെങ്കിലും ഉയർത്തിയാൽ എന്ത് ചെയ്യും? സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് അടച്ച മുറിയിലെ ചർച്ചയ്ക്ക് ശേഷം 54 ഭാരതീയ സൈനികരുടെ ജീവനും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അധിനിവേശ കാശ്മീറും ഉൾപ്പെടെയുള്ള ഇതെല്ലാം സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് വിട്ട് സമ്പൂർണ്ണ വിജയം നേടിയൊരു യുദ്ധത്തെ പരാജയത്തിലേക്ക് കൊണ്ടുപോയൊരു ചരിത്രം രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിക്കുണ്ട്. 93,000 സൈനികർ, പാകിസ്ഥാൻ്റെ സൈനികർ നമ്മുടെ തടവുകാരായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു സമരസത്തിനും സമവായത്തിനും ഏതാണ്ട് തോൽവി തന്നെ എന്ന് പറഞ്ഞത്. സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ടുള്ള അടച്ചിട്ട മുറിയിലെ ചർച്ച കഴിഞ്ഞ് തിരികെ വന്ന് സാം മനേക്ഷായോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഹി ഹാസ് മെയ്ഡ് ആൻ ആസ് ക്ലൗൺ ഔട്ട് ഓഫ് യു എന്നാണ് സാം മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പ്രതികരിച്ചത്. അത് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഞാൻ പറയുന്നതല്ല, സാം മനേക്ഷയുടെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അദ്ദേഹത്തെ എടുത്തൊരു ഇൻ്റർവ്യൂ, അഭിമുഖം, അദ്ദേഹവുമായി നടത്തിയൊരു അഭിമുഖം, ഒരു ചുമ്മാ തമാശയായിട്ട് കൊച്ചുമകന് കാര്യങ്ങൾ അറിയാനെന്നുള്ള പോലെ സാം മനേക്ഷ വിശദീകരിക്കുന്നതിൽ ആ പശ്ചാത്തലം, ആ സംഭാഷണം സാം മനേക്ഷ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ പരിഹസിക്കുകയല്ല, ശരിക്കും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണ്. ഈ വസ്തുതകളെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം നരേന്ദ്രമോദിയെ പോലെ ഒരാളെ പരിഹസിക്കാനാണ്. ഒരു കാര്യം കൂടെ പറയാം, കുറച്ചുകൂടി നമ്മൾ താങ്കളുടെ പോലെ മര്യാദ കെട്ടവരല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ജവഹർലാൽ നെഹ്റു ലേഡി മൗണ്ട് ബാറ്റന് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന ഒരു ചിത്രവും കൂടെ ഉണ്ട് കേട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ. പിന്നെ ധാരാളമായിട്ടുണ്ട്. അവർ കൗച്ചിലിരിക്കുന്നു, ഇദ്ദേഹം ഇറങ്ങി തറയിലിരിക്കുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്, തറയിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ ഇതെല്ലാം ലഭ്യമാണ്. ഞങ്ങൾ ഇന്ന് വരെ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇനി കൂടുതൽ പറയിപ്പിക്കരുത്. തീർച്ചയായിട്ടും അതിനു മുമ്പ് രാജിവെച്ച് പോകും. തീർച്ചയായിട്ടും. എന്തായാലും ഒരു വല്ലാത്ത ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് ഇദ്ദേഹം. സാറേ, ഒരു കാര്യം കൊണ്ടുണ്ട്, മനോജ് സാറേ, നമ്മളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അല്ല, ഇത് സ്വാഗതം ചെയ്തു. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ പോലീസായാലും ശരി, സതീശൻ്റെ പോലീസായാലും ശരി, ഒന്ന് അറസ്റ്റ് ചെയ്യട്ടെ, ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാം. പിന്നെ കോടതിയിൽ പറയാമല്ലോ ഈ കാര്യം. ജയിലിൽ കിടന്നാളെ സവാർക്കർ അത്രയും കഷ്ടപ്പാട് വരില്ലെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, എ ക്ലാസ് ജയിൽ നെഹ്റുവിനും ഗാന്ധിക്കും കിട്ടിയ എ ക്ലാസ് ജയിലൊന്നും ഇല്ലെങ്കിൽ ഒരു ബി ക്ലാസ് എങ്കിലും ഞങ്ങൾക്ക് തരണമെന്നുള്ള അപേക്ഷയുണ്ട്. അവിടെ കാലാപാനി കടന്ന പോലെ കയ്യിലും കാലിലും കൂടെ ചങ്ങല തൂക്കരുത്. അതെ ഒന്ന് സ്വതന്ത്രമാക്കി. അതെ, ശരി. അപ്പോൾ എന്തായാലും സാർ, ഈ വിഷയം ഇനി എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ചർച്ചകൾ വേണ്ടി വരും. എന്തായാലും വളരെ നന്ദി സാർ. നമസ്കാരം.